ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈസി വേൾഡിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല നാടൻ ചീരത്തോരൻ്റെ വീഡിയോ ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന, നല്ല ടേസ്റ്റിൽ റെഡിയാക്കിയെടുക്കാവുന്ന നല്ലൊരു ചുമന്ന ചീരയുടെ തോരൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഒരു കെട്ട് ചുമന്ന ചീരയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ 1 മണിക്കൂറോളം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 8ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാരണം പച്ചമുളകിന് എരിവ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഒരു 8ഓളം പച്ചമുളക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂണ് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയും സവോളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഈ ചീരയിലേക്ക് എല്ലായിടത്തും നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് കൈവച്ചൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി നമ്മളിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഒരു 1/2 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയാണ്. അപ്പം നമ്മൾ ചീരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ചീരയുടെ എല്ലായിടത്തും നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചീരത്തോരനൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന നല്ലൊരു തോരനാണ് ഈ ചീരത്തോരൻ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമ്മളൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3/4 സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഇരിക്കട്ടെ. നമ്മുടെ ചീര വേകാൻ വേണ്ടി ടോട്ടൽ ഒരു 6 മിനിറ്റോളം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. അപ്പം വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ചീരത്തോരൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഈ ഒരു രീതിയിലും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്